ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഓട്സ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടാണ്. ഓട്സ് പുട്ട്. ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ ഓട്സ് പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. 1 കപ്പ് ഓട്സ്, 1/4 ടീസ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ തേങ്ങ, പിന്നെ പുട്ട് നനയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം, ഒരു 4-5 ടേബിൾ സ്പൂൺ വെള്ളം. ആദ്യം നമുക്ക് ഈ ഓട്സ് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലോട്ട് നമുക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു 3-4 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ഇതിൻ്റെ കളറും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഓട്സിൻ്റെ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ തന്നെ നമുക്കിത് റെഡിയാവും. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മളിത് കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു വരും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചൂടാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇപ്പോൾ ഈ ഓട്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ദാ ഇതുപോലെ നല്ല പൗഡറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഈ ഓട്സ് പൊടി ഒരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ സാധാരണ പുട്ടൊക്കെ നനയ്ക്കുന്ന പോലെ ഇതൊന്ന് നനച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഓട്സ് റെഗുലറായിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കൊളസ്ട്രോളും പിന്നെ ബ്ലഡ് ഷുഗർ ലെവൽസും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതുമാത്രമല്ല, ഓട്സിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഏകദേശം 5-6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ അളവ്. കറക്റ്റായിട്ട് നനഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതുപോലെ കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും മിക്സിയിലിട്ട് ഒന്നുകൂടി പൊടിച്ചെടുക്കാം. ഈ കട്ടയൊക്കെ മാറി നല്ല സോഫ്റ്റായിട്ട് മാവ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിയിൽ അടിക്കുന്നത്. ഇപ്പോൾ ഞാൻ മാവ് നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ടതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പകുതി വരെ മാവ് ഫില്ല് ചെയ്യാം. എന്നിട്ട് വീണ്ടും 1 ടേബിൾ സ്പൂൺ തേങ്ങ. നിങ്ങളുടെ കയ്യിൽ പുട്ടുമേക്കർ ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഓട്സിൻ്റെ മാവും തേങ്ങയും നന്നായിട്ട് മിക്സ് ചെയ്ത് സ്റ്റീം ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 ലെയറും കൂടി മാവും തേങ്ങയും വെച്ച് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഓട്സിൻ്റെ 2 റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓട്സ് ഉപ്പുമാവും ഓട്സ് പാൻ കേക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും അതും ട്രൈ ചെയ്യണം. പുട്ടിൻ്റെ പാത്രത്തിൽ ഞാൻ ഓൾറെഡി വെള്ളം വച്ചിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ ആവി വന്നതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റും കൂടി നമ്മൾ കുക്ക് ചെയ്യാൻ വയ്ക്കണം. ഇപ്പോൾ ആവി വന്ന് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓട്സ് പുട്ട് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണിത്. നമ്മൾ കയ്യിൽ തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകും, അത്രയും സോഫ്റ്റാണ്. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഭയങ്കര സോഫ്റ്റാണ്. ഈ പുട്ട് ഒന്നുമില്ലാതെ വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. പഴമൊക്കെ വെച്ച് നമ്മൾ കുഴച്ച് കഴിക്കുമ്പോൾ നമ്മൾ സാധാരണ പുട്ട് കഴിക്കുന്ന പോലെ തോന്നുള്ളൂ. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ, ബൈ.